ഞങ്ങള് തൃശ്ശൂരാര് ആകെ അസ്വസ്ഥരാണ്. പിന്നല്ലാണ്ട് ഞങ്ങളുടെ എംപിനെ കാണാണ്ടായ പിന്നെ അസ്വസ്ഥരാവില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. MP ഇവിടെ ഇല്ലെന്നല്ലേ ഉള്ളൂ, ചിലപ്പോ അവിടെ ഉണ്ടാവും കേന്ദ്രത്തില്. അങ്ങനെ അന്വേഷിച്ച് പിടിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസ് വരെ എത്തി. അപ്പൊ അവിടെ അതിനേക്കാളും വലിയ പ്രശ്നം. ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. അതിൽ വേണ്ട തെണ്ടി. രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വിഷയത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി നിന്ന് വൻ പ്രതിഷേധം. നീ അറിഞ്ഞ ഞാൻ പെട്ടു. ഓ നോ, അവിടെ നിന്നാ സേഫ് അല്ല. നമുക്ക് തൃശ്ശൂർക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജീമാരും ടീമും തൃശ്ശൂർക്ക് പോയി. അപ്പൊ ദേ പിടിച്ചതിനും വലിയതാണ് ആളേല്. തൃശ്ശൂരിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേട്. ആ നഗ്ന സത്യം എല്ലാരും കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. കേമൻ തൃശ്ശൂര് ജയിക്കാൻ വേണ്ടി എന്തൊക്കെ അടവേള പുറത്തെടുത്തത്. വേറെ എവിടേക്കോ കിടന്നിരുന്ന കുടുംബക്കാരെ എല്ലാം തൃശ്ശൂര് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിപ്പിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പെട്ടിങ് ഇടയ്ക്കെടുത്ത് അപ്പൊ തന്നെ പറഞ്ഞില്ലേ, നിങ്ങൾ വെറും കേമനല്ല ബഹു കേമനാണ്. എന്താ ഉറക്കം വരുന്നു. ശരി, VS സുനിൽകുമാറും K മുരളീധരനും തൃശ്ശൂരിൽ തോറ്റു. കുടുംബക്കാരെ വോട്ട് ചേർത്തത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ആയിരിക്കാം. അതും മാറ്റി നിർത്ത്. തൃശ്ശൂരിൽ എല്ലാരും നിങ്ങളുടെ കുടുംബക്കാരല്ലല്ലോ അല്ലേ? അല്ല, പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്ക് മൊത്തത്തോടൊരു കൺഫ്യൂസൻ ആണ്. അമ്പടാ കൊള്ളാലോ കളി. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരി സഹോദരന്മാരാണെന്നാണല്ലോ നമ്മൾ പറയാറ്. ആ ഒരു ഇത് വെച്ച് ഒഴിഞ്ഞു കിടന്ന എല്ലാ ഫ്ലാറ്റും എല്ലാ വീടും കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു. എങ്ങനെയുണ്ട് നമ്മുടെ ജീമാരുടെ ഐഡിയ? സൂപ്പർ അല്ലേ? ശരി, സ്വന്തം ഡ്രസ്സിൽ വന്നിട്ടുള്ള ആ ലിസ്റ്റില് ഒരാളെ ഞങ്ങൾക്കറിയില്ലെന്നാണ് ആ ചേച്ചി പറയുന്നത്. പിന്നെ എങ്ങനെയാ ജീമാരെ ആ ഡ്രസ്സ് നിങ്ങളുടെ ലിസ്റ്റിൽ വന്നത്? അതിലെന്തെങ്കിലും വിശദീകരണം തരാനുണ്ടോ? അതല്ല ഉദ്ദേശം. നമ്മുടെ തൃശ്ശൂരും വോട്ടർ പട്ടികയില് ക്രമക്കേട് നടന്നു എന്നറിഞ്ഞപ്പോ രാഷ്ട്രീയക്കാരും മാത്രമല്ല നമ്മള് സാധാരണക്കാരും ഒരുപോലെ ഞെട്ടിത്തിരിച്ചിരിക്കുകയാണ്. എന്നാ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടി നമ്മുടെ MP-നെ അന്വേഷിച്ചപ്പോ മൂപ്പരെയാണെങ്കിൽ ആ വഴി പോലും ഒന്ന് കാണാൻ പോലും കിടന്നില്ല. കുത്തും ആലോചിക്കണം. ആ വോട്ട് കുത്തും ആലോചിക്കണം. കണ്ട അണ്ടനും അടവണ്ണൊക്കെ വോട്ട് ചെയ്താല് ഇങ്ങനെയൊക്കെ. നീ ഒരിക്കലും നന്നാവില്ലടാ. റെസ്റ്റ് എടുക്കാതെ